വലിയ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. 12,000 മുതൽ 15,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സരിൻ പറഞ്ഞു. ജയിച്ചാൽ ഷാഫി പറമ്പിലിന്റെയും പ്രതിപക്ഷ നേതാവ് VD സതീശന്റെയും ഓഫീസ് സന്ദർശിക്കുമെന്നും സരിൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, കണക്കുകളെല്ലാം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കണക്കുകൂട്ടലുകൾ എന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനോട് തന്നെ ചോദിക്കാം. ഏത് രീതിയിലുള്ള കണക്കുകളാണ് സരിന് ലഭിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞൊരു കണക്കുണ്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ കൃത്യമായിട്ട്. 1,50,000 വോട്ട് പോൾ ചെയ്യുമെന്നായിരുന്നു ആ പ്രതീക്ഷ. അങ്ങനെ പോൾ ചെയ്യപ്പെടുമ്പോൾ 70,000 വോട്ട് കിട്ടുമെന്നാണ് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞത്. പക്ഷേ നിർഭാഗ്യവശാൽ പോളിംഗ് ശതമാനം കുറഞ്ഞു. ഇപ്പോൾ പറയുന്ന 1,37,000 അല്ല, പകരം 85 വയസ്സിന് മുകളിൽ 2,500 വോട്ടുകളുണ്ട്. സർവീസ് പോസ്റ്റൽ വോട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ 1,42, 1,43 വരെ, മാക്സിമം 1,43. അപ്പോഴും 7,000 വോട്ടിന്റെ കുറവ്, 7,500 വോട്ടിന്റെ കുറവുണ്ട്. ആ 7,500 വോട്ടിന്റെ കുറവ് എനിക്ക് കിട്ടും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കിട്ടും എന്ന് പറഞ്ഞ് 70,000 കുറയ്ക്കാൻ തയ്യാറാണ്. അപ്പോൾ ഒരു 62,000, 63,000 വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് LDFന് അനുകൂലമായി എന്നും 13,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ, 12 മുതൽ 15,000 വരെ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒന്നാമതെത്തുമെന്നുമുള്ള വിലയിരുത്തലാണ് ഇന്നലെ വന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. കണക്കാണ് കൂട്ടിയും കിഴിച്ചും, കൂട്ടിയിട്ടുണ്ട്, കിഴിക്കുകയും ചെയ്തു. ഞാനിത് 7,000 വോട്ടുകൾ കിഴിക്കുകയും ചെയ്തിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. കണക്കുകൾക്ക് ഉത്തരം 2 ദിവസം കഴിഞ്ഞാൽ ഉത്തരം ലഭിക്കും. ഉത്തരം ലഭിച്ച സരിൻ ജയിച്ചാൽ എന്തായിരിക്കും അടുത്തത്? ജയം എന്ന് പറയുന്നത് ജനങ്ങൾ നമ്മളെ അറിഞ്ഞു നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ അതിന്റെ മുറയ്ക്ക് നടക്കും. പക്ഷെ 1-2 രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളും ദൗത്യങ്ങളും എനിക്കുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഒന്ന്, മുൻ MLA സന്ദർശിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലക്കാടിന്റെ മുൻ MLA തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം ഉള്ള മണിക്കൂറുകളിൽ കാണാനുള്ള താല്പര്യം ഞാൻ പ്രകടിപ്പിക്കുകയാണ്. അദ്ദേഹം അതിന് അവസരം നിഷേധിക്കൂ, അദ്ദേഹം ഇനി രാഷ്ട്രീയമായിട്ട് സന്ദീപ് വാര്യർക്ക് കൈകൊടുത്ത് അദ്ദേഹത്തിന് വീണ്ടും സരിന് കൈതരാൻ എന്തെങ്കിലും മടിയുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അതെന്റെ ഉത്തരവാദിത്തമാണ്. കാരണം ഏറ്റെടുക്കുന്നത് അദ്ദേഹം 13.5 കൊല്ലം ഒന്നും ചെയ്യാത്ത ഒരു മണ്ഡലത്തിലെയാണല്ലോ. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞുതരാനുള്ള ടിപ്സ്, ഇതൊക്കെ കേൾക്കണം. ആ ടിപ്സ് കേട്ടിട്ട് അതൊന്നും ചെയ്യാതെ വേറൊരു കാര്യങ്ങൾ ചെയ്യേണ്ട ഒരാളാണെന്നുള്ള ബോധ്യത്തിലേക്ക് എനിക്ക് എത്തും വേണം. അപ്പോൾ മുൻ MLAയുടെ ഓഫീസ് എന്തായാലും പോകണം. പറ്റുമെങ്കിൽ UDFന് അങ്ങനെ ഒരു ഓഫീസില്ല. അപ്പോൾ ലീഗിന്റെ ഓഫീസിലും കോൺഗ്രസിന്റെ ഓഫീസിലും പോകണം. രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായിട്ട് ഞാൻ പോകണമെന്ന് വിശ്വസിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് UDF അതുവരെയും പൊളിച്ചു കളഞ്ഞിട്ടില്ലെങ്കിൽ, അവിടെ ബോർഡ് ഉണ്ടെന്നെങ്കിൽ UDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നുള്ള ബോർഡ് അവർ വാടകയ്ക്കെടുത്ത കെട്ടിടത്തിലുണ്ടെങ്കിൽ, ആ ഓഫീസിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും കൂടി പോയിട്ട് ഒരു ഉപചാരം പറയണം. ഏറ്റവും പ്രധാനപ്പെട്ട ഉപചാരം 24-ാം തീയതി തിരുവനന്തപുരത്ത് നടക്കേണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് അദ്ദേഹം തുടരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് കന്റോൺമെന്റ് ഹൗസിൽ 10 മിനിറ്റ്, ഞാനിത് മുമ്പേ ചോദിച്ചതാണ്, അത് ആവർത്തിക്കുകയാണ്. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ എനിക്ക് ചില കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിക്കാനുണ്ട്. ഇനിയും കേരളം നന്നാവണമെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചെയ്യേണ്ടത് എന്ത് എന്നുള്ളതിന്റെ കുറച്ച് ടിപ്സ് അദ്ദേഹത്തിന് കൂടി അങ്ങ് കൊടുത്തേക്കാം. വോട്ടെണ്ണുന്നതിന് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ സരിന് കൃത്യമായ ആശയമുണ്ട്, അഭിപ്രായമുണ്ട്, അതുപോലെ തന്നെ കാഴ്ചപ്പാടുമുണ്ട്.